വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. സുപ്രീം കോടതിയുടെ തെറ്റായ നടപടികൾക്കെതിരെയും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾക്കെതിരെയും ശക്തമായിട്ടുള്ള ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഇന്ത്യ മുന്നണി ആലോചിക്കുകയാണ്. നേരത്തെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ RSS ആക്രമണ രാഷ്ട്രീയം നടത്തി അഭിജിത് ദീപ്കെ അടക്കം കയ്യേറ്റം ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഭയപ്പെടുത്തുക, പിന്തിരിപ്പിക്കുക, ഇതാണ് അവരുടെ ലൈൻ. പക്ഷേ ഇന്ത്യ മുന്നണി കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ്. അതായത് ഇന്ത്യ മുന്നണിയിലുള്ള സഖ്യകക്ഷികൾ കോൺഗ്രസിന്റെ വേവ് ലെങ്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. കൂടുതൽ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലേക്ക് ചെല്ലുന്നു. തൃണമൂൽ കോൺഗ്രസും ശരത് പവാറിന്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമൊക്കെ കോൺഗ്രസിൽ ലയിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നവർ ഉപേക്ഷിക്കട്ടെ, ഒപ്പം നിൽക്കുന്നവർ ഏറ്റവും ശക്തമായി വിശ്വാസ്യതയോടെ കൂടെ നിന്നാൽ അധികാരം പിടിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. അതും കോൺഗ്രസ് തന്നെ 543 സീറ്റുകളിൽ മത്സരിച്ചാൽ പോലും ഇതിലും തിളക്കമാർന്ന രീതിയിൽ ആൾബലം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ്. 234 സീറ്റുകളാണ് സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് ഇന്ത്യ മുന്നണി നേടിയത്. അതിനേക്കാൾ കൂടുതൽ സീറ്റ് BJP ഒറ്റയ്ക്ക് നേടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ രാജ്യത്ത് കോൺഗ്രസ്സാണ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെ ഭാഗമായി ലയിച്ചാൽ ഇതിൽ കൂടുതൽ വോട്ട് ഷെയറും സീറ്റും കിട്ടുമെന്നതാണ് യാഥാർത്ഥ്യം. BJPയുടെ സഖ്യകക്ഷികളെന്ന് പറയുന്നത് നിലവിൽ ആന്ധ്രയിലെ TDP ആണ്. നിതീഷ് കുമാർ രാജിവെച്ചതോടെ ജനതാദൾ യുണൈറ്റഡ് പോലും ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. കുമാരസ്വാമിയുടെ ജനതാദൾ സെക്യുലർ ഒരു മരുന്നിന് പോലും ഇല്ലാത്ത രീതിയിൽ തകർന്നടിഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് BJPയുടെ സഖ്യകക്ഷികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. BJP ഒരിക്കലും സഖ്യകക്ഷികളെ പ്രൊമോട്ട് ചെയ്യാറില്ല. NDA എന്ന് പറയുന്നത് ഒരു മുന്നണി സംവിധാനമായി പേരിന് മാത്രമാണ് അമിത്ഷാ അതിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ BJPയുടെ ആഗ്രഹം ഈ രാജ്യം മുഴുവൻ ഒറ്റയ്ക്ക് ഭരിക്കണം. മറ്റൊരാൾ തീരുമാനമെടുക്കാൻ തയ്യാറെടുക്കരുത്. TDPയും ഐക്യജനതാദളുമില്ലാതെ ഇത്തവണ 3ാം പ്രാവശ്യം നരേന്ദ്രമോദിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നിട്ടുകൂടി TDPക്കോ ഐക്യജനതാദളിനോ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെ വിരട്ടി ഒപ്പം നിർത്താനുള്ള മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാണ് അവലംബിക്കേണ്ടതെന്ന് ഉറച്ച ബോധ്യത്തോടെ എടുക്കാൻ അവർക്ക് തന്നെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള കോർ കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ മന്ത്രിമാർ മറ്റുള്ള സഖ്യകക്ഷികൾക്ക് ആകാം. എന്നാൽ അതല്ല കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. പക്ഷേ അവിടെയാണ് കോൺഗ്രസിന് തെറ്റുപറ്റിയത്. സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ പരിപൂർണമായി കഴിഞ്ഞിട്ടില്ല. അതിന് കഴിയുന്ന നാളുണ്ടെങ്കിൽ 3-2 ഭൂരിപക്ഷവുമായി തിരിച്ചു വരാനും കഴിയും.